Okay. Minus root 3 by 2 plus 1 by 2 എന്ന് പറയുന്നത് 6. Okay. So 2 into ഈ 2 പൈ കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ -2 ആകുമ്പോൾ -√3 വരും. പിന്നെ സോ ഈ ടേം ഞാൻ എടുത്തു. സോ -2 + 1 -5/6 എന്ന് വന്നു. സോ എന്താണ് ഒരു സെക്കൻഡ് ഞാൻ ചെയ്തതിൽ ചെറിയൊരു സൈൻ കൺവെൻഷൻ എവിടെയോ മാറിപ്പോയല്ലോ. ഇവിടെ 2 എന്നുള്ള രീതിയിൽ വരും അല്ലേ. സോ മൈനസ് ആയിട്ട് വരും. then okay -√3 by 2 plus 2π -2π കൂടെ പോയി കഴിയുമ്പോൾ ഇവിടെ മൈനസ് ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് വന്നു കഴിയുമ്പോൾ 8π/6. ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും സൈൻ മാറിപ്പോയിട്ടുണ്ട്. ഇത്രയും വലിയത് എഴുതിയപ്പോൾ എവിടെയോ ചെറിയൊരു സൈൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സാക്ട്ലി എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റാണ്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിക്കോട്ടെ. ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ആകപ്പാടെ ഇത്രയും വലിയ ബോർഡിൽ എഴുതുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷൻ വരും. -√3 by 2. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? സൈൻ ഇൻവേഴ്സ് -1/2. സോ അത് കറക്റ്റാണ്. എന്താണ്? 5/6 ആണ്. 2π/6 ആണ്. ഓക്കെ, അത് കറക്റ്റാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് ഞാൻ എഴുതിയ π എന്നാണ്. π/2 അല്ലേ, അതുകൊണ്ട് തെറ്റിപ്പോയി. സോ മൈനസ് എന്നുള്ള പ്ലസ് 2π/2 എന്ന് വരും. ദെൻ വീണ്ടും -2π/2 എന്ന് വരും. മൈനസ് അല്ല. സോ പ്ലസ് 2/2 -√3 by 2 -2π/6 ഇങ്ങനെ വരുന്നു. സോ ആൻസർ 2 times of -√3 from π 2π. So plus 2π minus π/3. 2π/3 വരുമ്പോൾ സോ 4 12 അല്ലേ വേണം. സോ -√3. സോ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8π/3 -2√3 ഇങ്ങനെയല്ല ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 2π/3. ഓക്കെ, ഇതേ ബോർഡിൽ ഇത്രയും വലുതാക്കി എഴുതുമ്പോൾ ഓരോന്നും പെറുക്കി എഴുതുമ്പോൾ എനിക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ വരും. സൈൻ മുമ്പ് എഴുതിയോ ഇപ്പം എഴുതി. സോ ഇതാണ് കുറച്ച് ലെങ്തി ആണ്. മീൻസ് അതിന്റെ സൈൻ എല്ലാം കൂടെ വരുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് വരുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, ക്വസ്റ്റ്യൻ സിമ്പിളാണ്. പക്ഷെ അത്ര നീട്ടി എഴുതുമ്പോഴത്തേക്കും പെറുക്കി എഴുതുമ്പോൾ സൈൻ മാറിപ്പോകുന്നു. ശ്രദ്ധിക്കണം, സൈൻ മാറണ്ടേ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും കഴിഞ്ഞെങ്കിൽ ഇത് കുഴപ്പമില്ല, നിങ്ങൾ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി സംഭവം മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം സമയം കളയാതെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് കുഴപ്പമില്ല, ഇവിടെ വരെ ജസ്റ്റ് എഴുതിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, അടുത്ത എനിക്ക് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ
y is equal to cos x between x equals to 0 and x equals to 2. Options are options 2, option B 4, options 8, option B. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ കൂടെ തന്നേക്കാം. കോസെക്സിന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോസെക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടാണ് പോകുന്നത്. സോ ഇതിൽ വേണ്ട പോയിന്റ്സ് മാത്രം എടുക്കാം. ഇതെന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ഈക്വൽ ടു 0-യിലായിരിക്കും. എക്സ് ഈക്വൽ ടു 0-യിൽ എന്താണ്? എക്സ് ഈക്വൽ ടു 0-യിൽ കോസിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. ഇതെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു π/2 ആയിരിക്കും. എക്സ് ഈക്വൽ ടു π/2-ൽ എന്താ? കോസിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രാഫ് ടച്ച് ചെയ്യുന്നത്. അതേസമയം സൈനിന്റെ ഗ്രാഫ് ആണെങ്കിൽ സൈൻ എക്സിന്റെ ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയായിരിക്കും പോകുന്നത്. കാരണം എന്താ? എക്സ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു π/2-ൽ എന്താണ്? വൈയുടെ സൈനിന്റെ വാല്യൂ മാക്സിമം ആണ്, 1 ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു π ആയിരിക്കും. അവിടെ എന്താണ്? സൈനിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് എക്സ് ഈക്വൽ ടു -π/2. ബാക്കി ചെയ്യാം. സോ ഈ പോയിന്റ് ഏതായിരിക്കും? എക്സ് ഈക്വൽ ടു 2π വരെ വരണ്ട അല്ലെ? സോ ഇതെന്ന് പറയുന്നത് ഏതായിരിക്കും? 3π/2 ആയിരിക്കും അല്ലെ? അടുത്ത മാക്സിമം പോയിന്റ് ആയിരിക്കും 2π എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിയാൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. സോ നമുക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് അതുകൂടെ മാർക്ക് ചെയ്ത് തന്നേക്കാം. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇത്രയാണ്. എക്സ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഈക്വൽ ടു 2π വരെ. ഇത്രയാണ് നമുക്ക് വേണ്ട ഏരിയ. ഒരാൾ ഉത്തരം പറഞ്ഞു. വേറെ ആൻസർ? വേറെ ഏതൊക്കെ ആൻസർ ഉണ്ടാക്കില്ല? ഒരാൾ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇത്ര ആനായിട്ട് ചിന്തിക്കാൻ മാത്രമൊന്നുമില്ല. ഞാനിപ്പോ ഗ്രാഫ് വരച്ചതിന്റെ പ്രശ്നമാണ്. ഞാൻ ഗ്രാഫ് ഒന്നുകൂടെ വൃത്തിക്ക് വരച്ച് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഗ്രാഫ് ഒന്നുകൂടെ ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായി അല്ല ഗ്രാഫ് മനസ്സിലായെന്ന് തോന്നിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് കോഴ്സിന്റെ ഗ്രാഫ് വരച്ചു തരാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കോഴ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സിമെട്രിക്കൽ ആട്ടോ അത് ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ വരയ്ക്കുന്നതിന്റെ പ്രശ്നമാണ്.
ഗ്രാഫ് സിമെട്രിക്കൽ ആണ്. ഓക്കെ, ഇത് π/2 ആണ്. ഇങ്ങനെ പറഞ്ഞാണ് ഗ്രാഫ് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഓക്കെ, കോസ് എപ്പോഴൊക്കെ ആയിരിക്കും 0 ആവുന്നത്? π/2 പിന്നെ അടുത്ത 0 ആവുന്നത് എപ്പോഴാ? 3π/2 അല്ലെ? കോസ് 180 എന്താണ്? 180 എന്താണ്? -1 ആണ് അല്ലെ? സോ ഇതെന്ന് പറയുന്നതാണ് പൈ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നതാണ്. സോ നമുക്ക് വേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇത്രയും. സോ ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സിമെട്രിക്കൽ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സിമെട്രിക്കൽ ആണ്. ഞാൻ ആൻസർ പറയാണ്, കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് കേൾക്കുക. സോ ഗ്രാഫ് സിമെട്രിക്കൽ ആണെന്ന് പറഞ്ഞു. സോ എന്താണ്? ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിന്റെ 2 എണ്ണം ചേരുന്നതായിരിക്കുമല്ലോ ഈ ഒരു ഫുൾ ഹാഫ് എന്ന് പറയുന്നത് അല്ലെ? ഇതിന്റെ പകുതിയാണിത്. സോ അതിന്റെ അപ്പം ഇവിടം വരെ പറഞ്ഞതിൽ എത്ര പാർട്സ് ഇതുപോലത്തെ വരണം? 1, 2, 3, 4. സോ എന്താണ്? ഇന്റഗ്രൽ 0 to π/2 കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 into ഇന്റഗ്രൽ 0 to π/2 y dx ആണ്. y എന്ന് പറയുന്നത് cos x ആണ്. സോ cos x dx എന്താണ്? ഇന്റഗ്രൽ cos x എന്ന് പറയുന്നത് എന്താ? 4 into sin x. sin x from 0 to π/2. sin π/2 1 ആണ്. sin 0 0 ആണ്. സോ 4 into 1 ആൻസർ 4 ആണ്. ആർക്കെങ്കിലും ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതോ അല്ലെ ഗ്രാഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫോൺ വല്ലാതായിരിക്കും, സോറി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ, ഞാൻ പറഞ്ഞുതരാം. ഗ്രാഫിന്റെയിലോ അല്ലെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും? പ്രശ്നമില്ല, ഓക്കെ ആണ്, ഗുഡ് ടു ഗോ ആണ്. ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഫ്സലെ ഓക്കെ ആണോ? കേൾക്കുന്നില്ല. പറയൂ പറയൂ, ഓക്കെ ആണോ? ഓക്കെ സാർ, ഓക്കെ സാർ. ക്യാമറ ഞാൻ റബ്ബിയാണ്. ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കും. ഇതുപോലെ തന്നെ സൈനിന്റെയും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ സൈനിന്റെയും ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. അപ്പം എത്രയാണേലും നിങ്ങളിപ്പോ സൈനിന്റെ ആണേലും കോസിന്റെ ആണേലും ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ സൈനിന്റെയോ കോസിന്റെയോ ഗ്രാഫ് ചോദിക്കുവാണെങ്കിൽ ഒരു ഹമ്പിന്റെ പകുതി എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഫുള്ള് ഹമ്പ് വരുവാണെങ്കിൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ ഗ്രാഫ് ഇങ്ങനെ ഇത്രയും ചോദിച്ചിട്ടുള്ളതിൽ 2 + 2 ഡയറക്റ്റ് 4 ആൻസർ എഴുതാൻ പാകത്തിന് മനസ്സിലാക്കി വെക്കുക. സോ സൈനിന്റെ കോസിന്റെ ഗ്രാഫിൽ ഒരു ഫുൾ ഹമ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. ഒരു ഹാഫ് ഹമ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ കോസും സൈനും സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്ന ആംഗിൾ എത്രയ്ക്ക് ഇടയ്ക്കാ വരുന്നത്, അതിൻ്റെ അകത്ത് എത്രമാത്രം ഹമ്പ് ഉണ്ടെന്നും അല്ലെ ഹമ്പിന്റെ എത്ര പകുതി ഉണ്ടെന്നും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ഹമ്പും 1 യൂണിറ്റ് ആണെന്നും ഒരു ഫുൾ ഹമ്പ് 2 യൂണിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഓർത്ത് ചെയ്താൽ മതി. ഇപ്പൊ സിമ്പിൾ ആയില്ലേ ഈ ക്വസ്റ്റ്യൻ? ഇതുപോലെ തന്നെ ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. സൈനും കോസും സെപ്പറേറ്റ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ ജസ്റ്റ് മനസ്സിലോർത്ത് വെക്കുക. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ഒരു 3-4 ഷോർട്ട് കട്ട്സ് പഠിച്ചു. ജസ്റ്റ് ഒന്നുകൂടെ ആ ഷോർട്ട് കട്ട്സ് മാത്രം പറയാം.
എലിപ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പറയുന്നു പൈ എ ബി ആണ്. പിന്നെ പരാബോളാസ് വരുമ്പോ രണ്ട് ഈക്വൽ പരാബോളാസ് വരുവാണെങ്കിൽ ആ പെറ്റലിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/3 ഓഫ് സ്ക്വയർ ഏരിയ ആയിരിക്കും മീറ്റിംഗ് പോയിന്റ്സിന്റെ വരുമ്പോ. പിന്നെ ഇപ്പൊ വന്ന സൈനിന്റെയും അഥവാ കോസിന്റെയും ഗ്രാഫില് ഒരു ഫുൾ ഹമ്പ് എന്ന് പറയുന്നത് 2 സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും. ഒരു 3 ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്യാമറ ജസ്റ്റ് നോക്കി ആൻസർ പറയാവുന്ന കേസേ ഉള്ളൂ അടുത്ത 2 ക്വസ്റ്റ്യനും. ഓക്കെ, smaller area enclosed by x square plus y square is equals to 4. Line x plus y is equal to 2. Okay. Options 2 into pi minus 2. Option B pi minus 2. Option C 2 pi minus 1. Option D 2 into pi plus 2. 2 into pi plus 2. എന്താണ് ആൻസർ? വേഗം പറ. ആൻസർ എന്താ? നോക്കി പറയാൻ ആൻസർ ഉള്ളൂ. നോക്കിയില്ലെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റഗ്രേഷൻ ചെയ്യണ്ട, അല്ലാണ്ട് നമ്മൾ മുമ്പേ ഒക്കെ ചെയ്ത ഷോർട്ട് കട്ട് മെത്തേഡ് പറ ആൻസർ. സ്മോളർ ഏരിയ എൻക്ലോസ്ഡ് ബൈ രണ്ടുപേര് ആൻസർ പറഞ്ഞു. ഓപ്ഷൻ എ. ബാക്കി ഫിഗർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സർക്കിള്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നത്. ഫിഗർ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും സ്വന്തമായിട്ട് വരയ്ക്കാനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, എന്താ പറ്റിയേ എന്ന് പറയാൻ കാരണം ഞാൻ അത് മിണ്ടാതിരുന്നാണ്. എന്താ പറ്റിയ മാളെ? എവിടെ തെറ്റിയ? എന്തോ 1/4 എടുത്തില്ല. അതാണ് ഒന്നും മിണ്ടാതെ. സോ ബാക്കിയുള്ളവർ എന്ത്? അഫ്സൽ ആൻസർ കിട്ടിയോ? ഇല്ല സാറേ. കിട്ടിയില്ലേ? എന്താ താമസം? എന്താ എങ്ങനെ ചെയ്യുന്ന? ഇന്റഗ്രേഷൻ വഴിയാണോ അതോ മറ്റേ വഴിയാണോ? ഇല്ല, ഡയറക്റ്റ് നോക്കാൻ വെച്ചിട്ടാണ്. ഓക്കെ, മോസ്റ്റ് പ്രോബബിളി സർക്കിളും സ്ട്രെയിറ്റ് ലൈനും ഒക്കെ വരുവാണെങ്കിൽ വലിയ പ്രശ്നം കാണത്തില്ല. സോ നമുക്ക് നോക്കാം. സോ എന്താണ്? ഇതൊരു സർക്കിളിന്റെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏരിയ.
എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സോ ആദ്യമേ എന്തെടുക്കുക? സർക്കിളിന്റെ 4 ഒരു ക്വാർട്ടർ ആണ് അല്ലെ എടുക്കേണ്ടത്. സോ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr²/4 ആണ്. സോ r² ആണ് 4 എന്ന് പറയുന്നത്. സോ π × 4 / 4. സോ ഒരു ക്വാർട്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് π ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്? അതിന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. ട്രയാങ്കിൾ 2,0 0,2 ആണ് അല്ലെ? ഇനി ഈ പോയിന്റ്സ് എങ്ങനെ കിട്ടിയെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരിടത്ത് x = 0 രണ്ടാമത്തെ കേസിൽ y = 0 കൊടുക്കാം. സോ x = 0 എന്ന് പറയുന്ന y ആക്സിസിലെ പോയിന്റും കിട്ടും, y = 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ x ആക്സിസിലെ പോയിന്റും കിട്ടും. സോ നമുക്ക് രണ്ട് ഇത് കിട്ടി. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. 1/2 × 2 × 2. സോ എന്താണ്? 2 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താ? π - 2. ഓപ്ഷൻ ബി. ഇത് ചെയ്യാൻ എത്ര നേരം എടുക്കും? പ്രോപ്പറായിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ കുറച്ച് സമയം എടുക്കും, ഇല്ലെന്നല്ല. ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ചെയ്തു കഴിഞ്ഞ എല്ലാവരും? ക്യാമറ ഇടയ്ക്ക് ചെറിയ പണി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റബ്ബ് ചെയ്തോട്ടെ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റബ്ബിയാണ്. ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ലൈൻ വന്നോന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, ഫൈൻ. ലൈൻ വന്നു. സോ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? x + y = 2 എന്നാണ് അല്ലെ? അപ്പം നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് ഇതിന്റെ ഇടയ്ക്കത്തെ പോയിന്റ്സ് ഒക്കെ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പോയാൽ എപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലൈൻ എക്സ് ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റും അതുപോലെ തന്നെ y ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കും. സോ എക്സ് ആക്സിസിൽ എന്താണ്? എപ്പോഴും y 0 ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ y ആക്സിസിൽ എപ്പോഴും x 0 ആയിരിക്കും. സോ എക്സ് ആക്സിസിൽ y 0 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ്? എക്സ് y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി x = 0 ഇട്ട് കൊടുക്കുമ്പോൾ y = 2 എന്ന് കിട്ടും. സോ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. 2,0 അത് ഇവിടെ നിന്നും y ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 0,2 ആയിരിക്കും. സോ നമ്മൾ ഒരു ലൈൻ വരച്ചു. ഇതെന്ന് പറയുന്നത് 2,0 പോയിന്റും ഇത് 0,2 അല്ല 0,2 പോയിന്റ്. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. റബ്ബിയാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, area lying between y square equals to 4x and y is equal to 2x. Okay. Options 2/3, option B 1/3, option C 1/4, option D 3/4.
ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 1/3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സമയം പോരല്ലോ. തീർച്ചയായും ആൻസർ കിട്ടില്ലായിരുന്നോ? ബിൻസിന്ന് അതേ ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ബിൻസി പോയാ? ഇന്ന് മനു ഇല്ലെന്ന് തോന്നുന്നില്ല. ബിൻസി ആൻസർ കിട്ടിയോ? ബിൻസി ആദ്യം ആൻസർ കിട്ടിയായിരുന്നോ? ഗ്രീഷ്മ ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ പരാബോള എന്ന് പറയുന്ന y² = 4x എന്ന് പറയുന്ന പരാബോള ഇതാണ്. ഓക്കെ, y² = 4x. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് y = 2x എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അത് നമുക്കറിയാലോ, കാരണം വേറെ സംഭവങ്ങളൊന്നുമില്ല. at x = 0 ഇട്ട് കൊടുക്കുമ്പോൾ y ഉം 0 എന്ന് കിട്ടും. സോ അതുകൊണ്ട് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് വേണ്ട ഏരിയ എന്താണ്? ഈ ഏരിയ. അല്ലെ? ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. കുഴപ്പമില്ല. സോ ഇതിന്റെ ആദ്യമേ നമ്മൾ മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ y = 2x ഇട്ട് കൊടുക്കുമ്പോൾ എന്താ? 4x² = 4x എന്ന് വരും. സോ x = 1 മീറ്റിംഗ് പോയിന്റ്. x = 1 ആകുമ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? y = 2 എന്ന് വരും. സോ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1,2 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ 0 to 1 y1 dx മൈനസ് ഇന്റഗ്രൽ 0 to 1 y2 dx. സോ y1 എന്ന് പറയുന്നത് എന്താ? പരാബോളയുടെ ഇതാണ്. സോ പരാബോളയുടെ ഇത് പറയുന്നത് y² = 4x ആണ്. സോ y എന്ന് പറയുന്നത് എന്താ? 2√x dx 0 to 1. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താ? ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ? സോ ഇതെന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. വേണേല് എളുപ്പത്തിന് ഹാഫ് BH എടുക്കാം. ഹാഫ് BH എന്ന് എടുത്താൽ പോരെ? ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? 1 ഉം ഹൈറ്റ് 2 ആണ്. സോ 1 ആണ്. സോ 2√3യുടെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? 2/3 വരും. -1 4/3 - 1 1/3 ആൻസർ. ഞാൻ ആലോചിക്കായിരുന്നേ, ഞാൻ എന്താ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാന്ന് വെച്ചാല്, ഇതിപ്പം ലൈൻ y = 2x അല്ലേ? y = 2x ആണല്ലേ? അതേസമയം ഇത് y = x എന്ന് പറയുന്ന ലൈൻ ആയിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. y = x എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും മീറ്റിംഗ് പോയിന്റ് ഏതായിരിക്കും? 1,1 ആയിരിക്കും അല്ലെ? 1,1 ആയിരിക്കും. സോ അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു ലീഫ് പെറ്റലും കൂടെ ഒരു ഹാഫും കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് എഴുതാം എന്താണ്? ഏരിയ എന്ന് പറയുന്ന 1/3 ആണ് അല്ലെ? അപ്പം ആൻസർ 1/3 ആയിരുന്നു വരേണ്ടത്. പക്ഷെ
അപ്പൊ എനിക്ക് ആ കേസിൽ ഏരിയ 1/6 ആയിരിക്കും കിട്ടേണ്ടത്. സാർ അത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള പരാബോള ആണെങ്കിലല്ലേ 1,1 എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ y അല്ല സ്ക്വയർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ 4x. y 4x എന്ന് പറയുന്നത് അതിന്റെ ഒരു മീറ്റിംഗ് പോയിന്റ് വെച്ചാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പക്കാന്നല്ല പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ആലോചിച്ച് നോക്കാൻ അങ്ങനെയാണോ ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അങ്ങനെയാണേല് ഇത് ഇങ്ങനെ ആയിരിക്കോ വരുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഇത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. സോ ആൻസർ 1/6 ആണോ എന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണോ കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ കുറച്ച് റിലേഷൻസ് നമ്മൾ തന്നെ ആക്കി വെക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും. നമ്മുടേതായ കുറച്ച് ഷോർട്ട് കട്ട്സ് ഇതൊക്കെ. മീറ്റിംഗ് പോയിന്റ് അങ്ങനെയാണെങ്കിൽ ആൻസർ ഇതാണോ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻസർ ഇതാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആൻസർ ഇതാന്ന് ഞാൻ പറഞ്ഞില്ല. ആൻസർ 1/6 ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു റിലേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ മറ്റേ ട്രയാങ്കിളിന്റെ ഏരിയ മീൻസ് ആ പെറ്റലില്ലേ, പെറ്റലിന്റെ ക്വസ്റ്റ്യൻ 1/3 ആണെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അവസാനം ഞാൻ തന്നെ നോക്കിയപ്പം കിട്ടിയ കൺക്ലൂഷൻ ആണ്. അത് പിന്നീട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴും ആ കൺക്ലൂഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് കിട്ടി. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കറക്റ്റ് ആണോ. 2-3 ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ എനിക്കൊരു അങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കൺക്ലൂഷൻ ആണ് കറക്റ്റ് ആണെന്നുള്ള ഇതിൽ ഒരു പ്രൂഫും ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതുപോലത്തെ ഇതിൽ ലൈനും ഇതും കൂടെ വരുമ്പം ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാൻ. ഓക്കെ, ദെൻ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഏരിയ ബൗണ്ടഡ് ബൈ y is equal to 3x plus 2 x axis comma x equal to -1 and x equal to 1. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ പറയാം. 12/3 ഓപ്ഷൻ ബി, 13/3 ഓപ്ഷൻ സി, 12/13 ഓപ്ഷൻ ബി, 13/3. ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നില്ല. ഡയറക്റ്റ് ഫിഗർ പ്രോപ്പർ ആയിട്ട് വരച്ചാൽ ബാക്കി ഏരിയ സ്വന്തമായിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ വെച്ച് കണ്ടുപിടിച്ചു. ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല.
ആൻസർ കിട്ടിയോ? ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഫിഗർ വരയ്ക്കാം അല്ലെ. ഫിഗർ വരയ്ക്കാം. സോ y is equal to കുറച്ച് വലിയ ഫിഗർ വരയ്ക്കാം, അപ്പൊ എളുപ്പം ആൻസർ കിട്ടും. സോ y is equal to 3x plus 2 ആണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ അല്ലെ. സോ y is equal to 3x plus 2 എന്ന് പറയുമ്പം y 0 ആവുമ്പം x എന്താണ് -2/3യും അറ്റ് x equal to 0 y എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്ന പോയിന്റ് 0,2 ഇതെന്ന് പറയുന്ന പോയിന്റ് -2/3,0 ആയിരിക്കും അല്ലെ. ബിറ്റ്വീൻ x equal to -1 ആൻഡ് x equal to 1 വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ x equal to 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, x equal to -1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് അല്ലെ. -2/3 അതിനേക്കാൾ ഇതാണ് -1 എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളിന്റെ ഏരിയാസ് കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾസിന്റെ ഏരിയാസ് കണ്ടുപിടിച്ചാൽ മതി. വേണമെങ്കിൽ ഇന്റഗ്രേഷൻ വെച്ച് ചെയ്യാം. അത് അങ്ങനെ ചെയ്താൽ കുറച്ച് സമയം പോക്കാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്യാമെന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇതിന്റെ ഹാഫ് BH ആണ്. സോ ഇതെന്ന് പറയുന്നത് 1ഉം ഇത് 2/3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത്ര ഹൈറ്റ് ആണ് നമുക്ക് ഇനി കിട്ടേണ്ടത്. സോ അതിനെന്തിട്ടാ മതി? x -1 ആവുമ്പം x അറ്റ് x equal to -1 വൈയുടെ വാല്യൂ -1 ആണ്. സോ ഇതെന്ന് പറയുന്നത് -1, -1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് -1 ആണ് അല്ലെ, -1 ആണ്. സോ നമുക്ക് ചെറുതിന്റെ ഏരിയ കിട്ടി. ഹാഫ് ഇൻറ്റു 1 ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. 1 × 1/3 ആണ്. സോ അവിടുത്തെ ഏരിയ 1/6 എന്ന് കിട്ടി. ദെൻ ഇനി മൊത്തത്തിൽ ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്.